ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു സാരി ചെയിൻ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ കാണിച്ചു തരുന്ന ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ ഒരു സമൂസ എന്ന് പറയുന്ന ഒരു ഇതെടുത്തിട്ടുണ്ട്, 2 പെയറായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗിയർ വെയറിൽ ഗോൾഡൻ ഗിയർ വെയർ മാല ചെയ്യുന്ന സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അതിൽ 3 ലെയറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് 6 mm 6 അല്ല 4 mm 3 or 4 ആണ് കേട്ടോ, 4 mm ആണെന്ന് തോന്നുന്നു. പറ്റ വലുതല്ല, ഒരു ഇടത്തരെന്ന് പറയാമല്ലോ, പറ്റ കുഞ്ഞിയല്ല, ഒരു 4 mm ക്രിസ്റ്റൽ കരിമണിയുടെ ബീഡ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗോൾഡിൻ്റെ ഗിയർ ലോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഗിയർ ലോക്ക് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സമൂസ എന്ന് പറയണില്ല, ഇതിന് ഞാൻ എങ്ങനെ ഇടുന്നത് നോക്കൂട്ടോ. അതിന് ഹോളുണ്ട് കണ്ടോ. നമ്മൾ അതായത് ഫ്രണ്ട് ഭാഗത്തൂടെ ഇട്ടിട്ട് അടിയിൽ കൂടെ, അതായത് ഇതിലൂടെ ഇട്ടിട്ട് ബാക്ക് ഭാഗത്തൂടെ ഇറക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അല്ലാതെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ്. അതായത് ബാക്കിലൂടെ ഇട്ടിട്ട് മുള്ളിലൂടെ കൊണ്ടുവരരുത്, സെൻറ്ററും ഫ്രണ്ട് ഭാഗത്തിലൂടെ ഇട്ടിട്ട് ബാക്കിലൂടെ ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത് കണ്ടോ. ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം ഫസ്റ്റ് തന്നെ, എന്നാലേ അതവിടെ നിൽക്കുള്ളൂ കേട്ടോ. അത് ഗിയർ ലോക്കിനെ പറ്റി ഇതൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം അറിയാമായിരിക്കും. ഞാൻ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ആദ്യം മുന്നിലൂടെ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം ബാക്കിലൂടെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വലിച്ചു കൊടുത്താൽ ഗിയർ ലോക്ക് ആ അറ്റത്തോട്ട് പോകും, അതായത് നമ്മൾ ഈ സമൂസയുടെ അറ്റത്തോട്ട് പോകും. അപ്പോൾ ഇത് സമൂസ വരുന്നത് 4 ലെയറിലാണ് വരുന്നത്. പക്ഷേ ഞാനിവിടെ 4 ലെയറിൽ കാണിക്കുന്നത് 3 ലെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് എത്ര രൂപയ്ക്ക് സെയിലാക്കാമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. പിന്നെ അതുകൊണ്ട് വീഡിയോ ലെങ്ത്ത് കണ്ടിട്ട് മണ്ടി പോകാൻ നിൽക്കണ്ട, കാരണം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇത്ര വീഡിയോ ലെങ്ത്തിൽ തന്നെ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 ലെയറും ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് 4 ലെയറിൻ്റെ സമൂസയാണെന്നില്ല, അപ്പോൾ 4 ലെയറിൽ നമ്മൾ ചെയ്യുന്നില്ല, 3 ലെയറാണ്. അപ്പോൾ ഈ 2 അറ്റത്തുള്ള ലെയറിലും, അതായത് 2 അറ്റത്തുള്ള ഹോൾ കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ സെൻറ്ററിൽ 2 ഹോൾ വരുന്നുണ്ടല്ലോ, അതായത് സെൻറ്ററിൽ 2 ഡബിൾ ഹോൾ വരുന്നുണ്ട്. നമ്മൾ 4 ലെയറാണെന്ന് പറഞ്ഞു, അപ്പോൾ അതിലേതെങ്കിലും ഒന്നിലൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലാതെ ഒരേ ഭാഗത്തൂടെ ഇട്ട് കൊടുക്കരുത്. കണ്ടല്ലോ, ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ ലെയറും 3 ലെയറും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമൂസക്ക് പെയറായിട്ടിന് 12 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് ചോദിക്കും ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഏതാണെങ്കിലും വേർപ്പ് തട്ടിയാലും പിന്നെ എന്താ പറയുക, വെള്ളം നനഞ്ഞാലൊക്കെ കളർ ഇളകും അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് എന്ന് പറയാൻ. പക്ഷേ ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ഹോളില്ല തന്നെ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാക്കണം, നമ്മൾ 3 ലെയറോ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ കുറേ പേര് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കിറ്റ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കിറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് കൂടി നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, കുറച്ച് ഐറ്റംസ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ, കാരണം അത് ഷിപ്പിംഗ് ചാർജ് കൊടുത്തില്ല നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന് സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചിലതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീരാറായിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇനി എത്തുന്ന ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാനത് ചെയ്യും. പിന്നെ കുറേ പേര് പാദസരത്തിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാകും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ വേണ്ട വേണമെന്ന് പറയാം, കാരണം ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ വിഷുവിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എത്തും ഈ മാസം അവസാനമൊക്കെ ആയിട്ട്. ഈ മാസം അവസാനം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചായി, ഇപ്പോൾ എന്താ പറയുക, ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് സാധനം എത്തിയാൽ തന്നെ നമ്മൾ ഈ കിറ്റ് ഈ മാസം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് 3 ഇത് കണ്ടോ, 3 ലെയർ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മോള് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ ഇതാക്കണം, നമ്മൾ 3 ലെയറും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബീഡ്സ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെയർ, 2 ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എന്നാണ് കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് ലെയർ ആകുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് ഫസ്റ്റത്തെ ഉള്ളിൽ വരുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ കുറച്ച് ബീഡ്സ് കുറച്ചിട്ട് ചെയ്യണം. അപ്പോൾ അത് എവിടേക്കാണ് കുറയ്ക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാണ് ഇതുപോലെ ആദ്യം ഫസ്റ്റ് ഞാനൊരു 12 ബീഡ്സ്, അല്ലെങ്കിൽ 12-15 ഒക്കെയാണ് കേട്ടോ, ഞാൻ കറക്റ്റ് നോക്കിയിട്ട് 15 ബീഡ്സ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 15, കാരണം ഇത് വലിയ ബീഡല്ല, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബീഡാകുമ്പോൾ നമുക്ക് കുറച്ച് ഇത് കുറക്കേണ്ടി വരും. അപ്പോൾ ഇത് അത്യാവശ്യം 4 mm ആണ്, 3 mm അല്ല, അപ്പോൾ 4 mm ബീഡാണ്. അപ്പോൾ ഇത് നമുക്ക്
ഒരു 15 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട്, അതായത് 15 ബീഡ്സ് ഫസ്റ്റത്തെ ലെയറിലും അതുപോലെ സെക്കൻഡ് ലെയറിലും 15 ബീഡ്സ്, തേർഡ് ലെയറിലും 15 ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ 15 ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ 12 ഇട്ട് കൊടുത്തത്, അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത്ത് കുറവായിട്ട് തോന്നി. അപ്പോൾ 15 ബീഡ്സ് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. 16 ബീഡ്സാണ് കേട്ടോ. 16 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, വലിയ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ 16 ബീഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 12, 13 മതിയാവും. ഇത് കുറച്ച് ചെറുതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 16 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ലെയറിൽ 16 ബീഡ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഗോൾഡൻ്റെ കരിമണിയുടെ ചെയ്യുന്ന ഗോൾഡൻ ബീഡ്സ് ഉണ്ടാവുമല്ലോ, അത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 വയസ്സിന്, ഒരു 8 വയസ്സ് കഴിഞ്ഞാൽ ഇല്ല മക്കൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലൊരു സാരി ഇതായിട്ടൊരു നെക്ലേസ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റണം കേട്ടോ. അധികം ലെങ്ത്തൊന്നുമില്ല, അങ്ങനത്തെ ഇതിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഈ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഫസ്റ്റത്തെ ലെയർ, അതായത് ഉള്ളിൽ വരുന്ന ഭാഗത്ത്, അതായത് ഇപ്പോൾ ഞാനിത് ഒരു സൈഡിലാണ് എടുക്കുന്നത്, ഫസ്റ്റത്തെ ഉള്ളിൽ വരുന്ന ഭാഗത്തായിട്ട്, ഉള്ളിലത്തെ ഫസ്റ്റത്തെ ലെയർ നമ്മൾ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ 16 ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ട്, അതുപോലെ സെക്കൻഡ് ലെയറിൽ നമ്മൾ 18 ബീഡ്സ്, തേർഡ് ലെയറിൽ അതായത് അടിഭാഗത്തോട്ട് വരുന്ന ലെയറിൽ നമ്മൾ 20 ബീഡ്സ്, അതായത് 2 ബീഡ്സ് എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് 2 ബീഡ്സുകൾ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബീഡ്സ് ഇട്ട് കൊടുക്കുക, പിന്നെയും ഗോൾഡൻ ബോൾസ്, പിന്നെ 3 ബീഡ്സ്, അങ്ങനെ നമ്മൾ ഇതാണ് 1, 2, 3, 5 ബീഡ്സ്, 5 ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഗോൾഡൻ ബോൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് എന്താ പറയുക, നമ്മൾ ഫസ്റ്റത്തെ ലെയറിൽ, ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു ഉള്ളിലുള്ള ലെയർ, ആ ലെയറിൽ നമ്മൾ 16 ബീഡ്സ് ഇട്ട് കൊടുത്തു. 16 ബീഡ്സ് ഇട്ട് കൊടുത്തു. ആ 16 ബീഡ്സ് കഴിഞ്ഞിട്ട് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്തു. പിന്നെ 3 ബീഡ്സ്, പിന്നെയും ഗോൾഡൻ ബോൾസ്, അങ്ങനെ 6 പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ സെയിം മെത്തേഡ് തന്നെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു. എന്നിട്ട് ഈ ഗോൾഡൻ ബോൾസ്, അതായത് സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ ഈ ഗോൾഡൻ ബോൾസും, പിന്നെ ക്രിസ്റ്റൽ ലോക്കറ്റ് പോലെ, ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് അവിടെ ഈ 3 ലെയറിലും സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കേണ്ടത്. അതായത് ഫസ്റ്റത്തെ ലെയറിൽ 16 ബീഡ്സ് ഇട്ടിട്ട് ഗോൾഡൻ ബോൾസ് വരുന്ന അതേപോലെ തന്നെ മറ്റേത് സെക്കൻഡ് ലെയറിൽ 18 ബീഡ്സ് വന്നിട്ട് ഗോൾഡൻ ബോൾസ്, തേർഡ് ലെയറിൽ 20 ബീഡ്സ് വന്നിട്ട് ഗോൾഡൻ ബോൾസ്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ ഈ 3 ഭാഗത്തും ഇതേപോലെ തന്നെ വരണം കേട്ടോ. കണ്ടില്ലേ, 6 ഗോൾഡൻ ബോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, അവിടെ ഇതേ സെയിം മെത്തേഡ് തന്നെ, സെയിം മെത്തേഡ് തന്നെ. അവിടെ എക്സ്ട്രാ ഒന്നും ചെയ്യരുത്, എക്സ്ട്രാ ബീഡ് ആഡ് ആക്കുകയും ചെയ്യരുത്. ഫസ്റ്റത്തെ അതേപോലെ തന്നെ സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് അപ്പുറത്ത്, അതായത് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തോട്ടായിട്ട് വരുമ്പോഴാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ലെയറിൽ നല്ലതിൽ ഫിനിഷിങ്ങിൽ നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഈ ഭാഗത്തുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചിരുന്നില്ലേ, അവിടം കൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആ 2 ഭാഗത്ത് സെയിം ഇതായിട്ടിരിക്കണം. അതായത് ഫസ്റ്റ് ലെയറിൽ ഒരു ഭാഗത്ത് 18 ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 16 ബീഡ്സാണ് സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേ സൈഡിൽ തന്നെ സെക്കൻഡ് ലെയറിൽ 18 ബീഡ്സ് തന്നെ, അതേ സെയിം ആ സൈഡിലും 18 ബീഡ്സ് ആകുമ്പോൾ സെക്കൻഡ് ലെയറിലും 18 ബീഡ്സ്. ഏറ്റവും അടിയിൽ ഭാഗത്ത് 20 ബീഡ്സ് ആ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേ സൈഡിൽ തന്നെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 ലെയറിലും ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ 16 ബീഡ്സ് 3 ലെയറിലും 16 ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. മനസ്സിലായി നിങ്ങൾക്ക് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കരുതിയിരിക്കേണ്ടത് ആ സെൻറ്ററിൽ ലോക്കറ്റായിട്ട് വരുന്ന ഭാഗത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, കാരണം ഒരേ ലെവൽ തന്നെ, അവിടെ ഏറ്റക്കുറച്ചിലൊന്നും പാടില്ല. അവിടെ എങ്ങനെയാണ് ഫസ്റ്റ് ലെയറിൽ കൊടുത്തത് അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും കൊടുക്കുക. മനസ്സിലായോ? നമ്മൾ ആ സെൻറ്ററിലായിട്ട് വരുമല്ലോ, സെൻറ്ററിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഫസ്റ്റ് ലെയറിൽ 16 ബീഡ്സ്, സെക്കൻഡ് ലെയറിൽ 18 ബീഡ്സ്, തേർഡ് ലെയറിൽ 20 ബീഡ്സ്. അത് ഒരു ഭാഗത്തും അതേപോലെ തന്നെയാണ്, ഇപ്പുറത്തും അതേപോലെ തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് 16 ബീഡ്സ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് 16 തന്നെ. പക്ഷേ പിന്നെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെയിം തന്നെ കൊടുക്കണം. കാരണം 16 ബീഡ്സാണ് ഒരു ലെയറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 ലെയറിൽ നമ്മൾ 16 ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ 3 ലെയറിലോട്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സമൂസ ഇതാക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലൂടെ, അതായത് ഫ്രണ്ട് ഭാഗത്തൂടെ കയറ്റിയിട്ട് ബാക്ക് ഭാഗത്തൂടെ ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് വലിച്ചു കൊടുത്താൽ തന്നെ അത് ആ സമൂസയുടെ അടിയിലേറ്റം വന്ന് നിൽക്കും. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, പ്രസ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എത്ര രൂപയ്ക്ക് സെയിലാക്കാമെന്നുണ്ടോ
ഇത് നിങ്ങൾക്ക് എന്തായാലും നമുക്കൊരു 100 രൂപയുടെ മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. 100 മേക്കിംഗ് ചാർജ് അല്ല, മെറ്റീരിയൽസിൻ്റെ ചാർജ് വരുന്നുണ്ട്. മെറ്റീരിയൽസ് 100 രൂപ എന്തായാലും വരുന്നുണ്ട് മെറ്റീരിയൽസ് ചാർജ്. പിന്നെ നിങ്ങൾ ഷിപ്പിംഗ് കൊടുത്തിട്ടെടുക്കുമ്പോൾ ഒരു 10-20 രൂപ എക്സ്ട്രാ വരും. പിന്നെ എന്തായാലും നമുക്കിത് മേക്കിംഗ് ചാർജ് ആയിട്ട് 120 മുതൽ 150 രൂപ വരെ അടക്കാം. അപ്പോൾ നിങ്ങൾക്കിത് 220 മുതൽ 250 രൂപയ്ക്ക് വരെ സെയിലാക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ബാക്ക് ത്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സൈസ് തന്നെയാണ്, ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെയാണ് ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിക്കുകയാണെങ്കിൽ 200-220 രൂപക്കൊക്കെ സെയിലാക്കാൻ ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ആ കരിമണിയുടെ ബ്രേസ്ലെറ്റ് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-2 പേര് കമൻ്റായിട്ട് തന്നെ പറഞ്ഞു 100 രൂപക്ക് വരെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് നല്ല ട്രെൻഡിങ് ഉള്ള സാധനം ആയതുകൊണ്ട് നല്ല റേറ്റ് വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 കൂടുതൽ വാങ്ങിക്കാൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ 250 രൂപയിൽ വാങ്ങിക്കാം. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, കാരണം ഇത് എത്രത്തോളം നമുക്ക് ഇതാകുന്നില്ല അറിയില്ല. അതുകൊണ്ട് ഒരു 220 ടു 250 ഉള്ളിൽ നമുക്കിത് വാങ്ങിച്ചാൽ ലാഭം തന്നെയുള്ള ബിസിനസ് തന്നെയാണ്. കാരണം ഞാനതൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അരമണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ നമുക്ക് സമയം വരുന്നുള്ളൂ. പിന്നെ നമുക്കെന്താ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഏത് ഡ്രസ്സിലൂടെ എന്താ പറയുക ചേരുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് നമുക്കൊരു 10 വയസ്സ് 8 വയസ്സ് മുതൽ 8 വയസ്സല്ല 10 വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് തന്നെയാണ് നമുക്ക് ഇത്. പിന്നെ ഇതിന് ചെറുത് നമുക്ക് ഇനി ചെറിയ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ 7 വയസ്സ് 8 വയസ്സായ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോന്നായിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആണ്, അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ കരിമണിയുടെ തന്നെ എന്താ പറയുക ചെറിയത് മക്കൾക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര ഇതുള്ളൂ, ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് സെൻറ്ററിലോട്ട് ഇങ്ങനെ ഈ സമൂസയുടെ അറ്റത്തോട്ട് വന്നിരിക്കും. അപ്പോൾ ഇതൊരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. കുറച്ച് ടൈം വരുന്നുണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് മുകളിൽ കുറേ സൗണ്ട് ഉണ്ട്. കാരണം ആളെ ഉറക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കപ്പോൾ ഓർഡേഴ്സും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും, പിന്നെ ആൾ വല്ലാതെ പോയി ചൂടുകാലമായതുകൊണ്ട് വല്ല ഉറക്കമൊന്നും ആൾക്കില്ല. അപ്പോൾ അവളെ വെച്ചിട്ട് തന്നെയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അവളിങ്ങനെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നിടത്ത് കൂടെയൊക്കെ അവൾ വരുന്നതാണ്. ഞാൻ അവളെ പേടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഫോണും കൊണ്ട് സംസാരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ നമുക്കിപ്പോൾ കട്ടർ ആൻഡ് പ്ലെയറിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അവരും തന്നെ എനിക്ക് ആദ്യം തന്ന റേറ്റിനല്ല ഇപ്പോൾ തരുന്നത്, 10 രൂപ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും 10 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ 50 രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ 60 രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട്. കാരണം എനിക്കും ഇതിൽ നമുക്ക് നഷ്ടത്തിന് കൊടുത്തിട്ട് എനിക്കൊരു ഇതില്ലല്ലോ, ഒരു 10 രൂപയെങ്കിലും ഞാൻ ലാഭം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറേ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോരുത്തർ വീഡിയോസൊക്കെ ചിലതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 85 രൂപ 80 രൂപയൊക്കെയാണ് കട്ടർ ആൻഡ് പ്ലെയറിനൊക്കെ ഓരോരുത്തർ റേറ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ അത്രയൊന്നും റേറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെയും കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ കട്ടർ ആൻഡ് 100 രൂപ, അതായത് രണ്ടും വാങ്ങണമെങ്കിൽ 100 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കും ഞാൻ നഷ്ടത്തിന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് ത്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്ക് ചെയിൻ വെച്ചിട്ടും ആക്കാം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ചെയ്യാം ഇതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും കമൻറ്റും ഉണ്ടാവാറില്ല, ലൈക്കും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയാൻ മറക്കുന്നതായിരിക്കും. ഞാൻ കസ്റ്റമേഴ്സിനോട് ചിലപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയാത്തത്, അതുകൊണ്ടാണ് ഞങ്ങളെന്നെ മറന്നു പോകാമെന്ന് പറയും. അപ്പോൾ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും ഒന്നുകൂടി ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് ഇങ്ങനെ വരിക. കാരണം നമ്മൾ ഇതേപോലെ ചെയ്താലേ നമുക്ക് ഈ ലെയറിൽ കിട്ടുള്ളൂ. അല്ല സെയിം ഒരേ ലെയർത്തെ അതേ ബീഡ്സിനെ മറ്റോടത്ത് ഇട്ടാൽ ഇത്ര ഇതിൽ കിട്ടില്ല. കാരണം അത് ഒട്ടിക്കിടക്കുക ചെയ്യുക, അതായത് ഒന്നുമ്പോൾ തട്ടി കിടക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാൾക്ക് ഞാനിതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡ്രസ്സാണെങ്കിൽ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്കിൽ വരുന്ന ഒരു കോട്ടൺ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ. എങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനിയും കുറേ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.